ഞാൻ പ്രേമത്തിലാണല്ലോ. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് പ്രേമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി എഴുതൊരു പാട്ടാണ്. അത്ര തന്നെ. എന്റെ കാമുകിനെ മോണലോക പോലെയുള്ള ഒരു അഗ്നിപർവ്വതമായിട്ട് എഴുതിയേക്കണാണ് അത് പാട്ട്. അത്ര തന്നെ. ഞാൻ എന്റെ കാമുകിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് മാത്രമാണ് അത്. 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ത്രെട്ടനിങ് കോൾസും അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും അതുപോലെ തന്നെ അവരുടെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ റിവീൽ ചെയ്യുന്ന വിധത്തിലാണ് മാധ്യമങ്ങളിലും വാർത്തകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ടത്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. പരാതിക്കാരിക്ക് ഈ പരാതി മൂവ് ചെയ്തതിന് ശേഷമാണ് ഭീഷണികൾ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയോ അല്ലെ അദ്ദേഹം പറയുന്ന ആദർശങ്ങൾക്കെതിരെയോ അദ്ദേഹത്തിൻ്റെ പാട്ടിനെതിരെയോ ഒന്നും അല്ല പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേടൻ പാട്ടുകളിലൂടെ നല്ല മെസ്സേജാണ് കൊടുക്കുന്നതെങ്കിലും ജീവിതത്തിൽ നല്ല മെസ്സേജാണ് കൊടുക്കുന്നതെന്നൊരു ചോദ്യചിഹ്നമാണ്. ഈ പ്രണയത്തിന് കണ്ണില്ല എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന് ബോധമില്ല എന്ന് പറയേണ്ടി വരും. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ആ തിരിച്ചറിവാകുന്ന പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം അത് നമ്മളിൽ തന്നെയാണ്. ഈ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് തന്നെ പറയണം. അതുപോലെ നമുക്കൊരു റിലേഷനിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ധൈര്യപൂർവ്വം ഇറങ്ങി വരാനും പറ്റണം. ഏത് ബന്ധത്തിനും ഒരു ബൗണ്ടറി നമ്മൾ നിശ്ചയിക്കണം. ഏത് എക്സ്റ്റെൻഡ് വരെ നമ്മൾ പോകാം എന്നുള്ളൊരു കാര്യം. നമസ്കാരം. റാപ്പർ വേടൻ, ഈ പേരിനൊപ്പമാണ് ഇന്നത്തെ പുതിയ തലമുറ. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ കേസിലും പുലിപ്പല്ലിൽ പുലിവാല് പിടിച്ചതും ഒടുവിൽ പറ്റിപ്പോയ തെറ്റിന് ജനസാഗരത്തിന് മുന്നിൽ വേടൻ പശ്ചാത്തപിച്ചതും നാം കണ്ടതാണ്. ഇന്നിതാ വേടന് പുതിയ കുരുക്ക്. യുവ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ പീഡിപ്പിച്ചെന്നാണ് പരാതി. പക്ഷേ ഒരു സംശയം, ഈ ബലാത്സംഗ വകുപ്പുകളാണോ അതോ വിശ്വാസവഞ്ചന കാണിച്ചതിനെതിരെയുള്ള വകുപ്പുകളാണോ വേടനെതിരെ ചുമത്തേണ്ടത്? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. ശ്രീജ, ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ വേടനെതിരെ ചുമത്തേണ്ടത് ഈ ബലാത്സംഗ വകുപ്പുകളാണോ? അതുതന്നെയാണ് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഈ പ്രണയത്തിന് കണ്ണില്ല എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന് ബോധമില്ല എന്ന് പറയേണ്ടി വരും. കാരണം താൻ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന്, അതിപ്പോൾ ലൈംഗികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും, അത് പലപ്പോഴും ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും തിരിച്ചറിയുന്നത് പലപ്പോഴും ഏറെ വൈകിയിട്ടാണ്. കാരണം ഏത് ബന്ധത്തിനും ഒരു ബൗണ്ടറി നമ്മൾ നിശ്ചയിക്കണം. ഏത് എക്സ്റ്റെൻഡ് വരെ നമ്മൾ പോകാം എന്നുള്ളൊരു കാര്യം. അങ്ങനെ ആകാത്തിടത്തോളം കാലം ഈ ചൂഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരം വാർത്തകൾ ആവർത്തിക്കപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ പോലീസിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. കേസ് എടുത്തിട്ടേ ഉള്ളൂ, കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തണം, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. എങ്കിലും ആ കുട്ടി അതിൽ പറയുന്നത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ് വേടനെ. തീർത്തും അപരിചിതനായ ഒരാളാണ്. വല്ലാത്തൊരു എക്സ്റ്റെൻഡിലേക്ക് ആ ബന്ധം അങ്ങനെ പോവുകയാണ്. ആ കുട്ടി തന്നെ പറയുന്നു പലതവണ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നിയന്ത്രിക്കാൻ പറ്റാതായിപ്പോയി എന്നുള്ളിടത്താണ് കാര്യം. അവിടെയാണ് ഈ സുപ്രീം കോടതിയുടെ ഒരു പരാമർശം അത് പ്രസക്തമാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ വർഷം ഏപ്രിലും സുപ്രീം കോടതിയുടെ നിരീക്ഷണം, അതായത് ജസ്റ്റിസ് നഗരേഷ്, ജസ്റ്റിസ് രാജേഷ് ബിന്ദൽ, ഈ രണ്ട് ജസ്റ്റിസുമാരുടെ വിലയിരുത്തൽ കൃത്യമാണ്. അതായത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരു ചിന്താശേഷി ഉണ്ടാകേണ്ടതല്ലേ? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പരിധി വയ്ക്കേണ്ടത് ആരാണ്? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി കാണണ്ടേ? അതിന് വിവാഹം വീട്ടുകാർ ഉറപ്പിച്ച വിവാഹമാണെങ്കിൽ കൂടി ആ ഒരു റിലേഷൻ വിവാഹത്തിന് മുൻപ് ഏത് എക്സ്റ്റെൻഡ് വരെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. ഇത്തരം കേസുകൾ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി ഈ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് സ്ത്രീകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ കഴിഞ്ഞൊരു ദിവസത്തെ കേസ് തന്നെ എടുത്താൽ മനസ്സിലാകും. ഈ ആലപ്പുഴയിൽ 75 വയസ്സുകാരനായ ഒരു വൃദ്ധനെ ഈ പോക്സോ കേസിൽ ഒരു വിദ്യാർത്ഥിനി കുടുക്കുകയുണ്ടായി. അതായത് സ്വന്തം കാമുകനെ രക്ഷിക്കാൻ ആ ഒരു കേസ് ഈ സ്കൂളിലെ ഈ സെക്യൂരിറ്റിയുടെ തലയിൽ വച്ച് കെട്ടുകയാണ്. ആ കേസ് തെളിയുന്നത് ഈ വർഷങ്ങൾക്ക് ശേഷമാണ്. അദ്ദേഹം 9 മാസമാണ് ജയിലിൽ കിടന്നത്. അദ്ദേഹത്തിൻ്റെ 9 മാസം. അപ്പോൾ ആ നിയമത്തിൻ്റെ പഴുത് ദുരുപയോഗം ചെയ്തത് പെൺകുട്ടിയാണ്. വളരെ ദയനീയമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴും. പക്ഷെ വസ്തുത പറഞ്ഞു പോകാതിരിക്കാനാകില്ല. അദ്ദേഹം പറയുകയുണ്ടായി, എന്നോട് ഒരു ചോദ്യവും ചോദിച്ചില്ല, എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, ഞാൻ നേരെ പോകുന്നത് ജയിലിലേക്കാണ്.
വേറൊരു ചോദ്യവും സംസാരവും ഇല്ല, കാരണം ചുമത്തിയിരിക്കുന്നത് പോക്സോ കേസാണ്. പക്ഷേ ഈ പെൺകുട്ടികൾ ഇപ്പോൾ ഈ നിയമം അവർക്ക് അനുകൂലമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദുരുപയോഗം ചെയ്യുക തന്നെയല്ലേ? ശ്രീജയ്ക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്? ഇത്തരം വാർത്തകൾ വരുമ്പോൾ കൂടുതൽ ആളുകളും ഇരയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. കുറ്റാരോപിതരായിട്ടുള്ളവർക്കും ഒരു നിയമത്തിൻ്റെ ഒരു പരിരക്ഷ അല്ലെങ്കിൽ അവർക്കും ഒരു നീതി എന്നുള്ളൊരു കാര്യം അതുതന്നെയാണ് ഈ സുപ്രീം കോടതി വിധിയിലൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നൊരു കാര്യം, ഈ വേടൻ എന്തുകൊണ്ട് ഈ ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം. വേടൻ എപ്പോഴും ഈ വേടൻ്റെ പാട്ടുകളിലാകട്ടെ, വേടൻ്റെ സംസാരത്തിലാകട്ടെ, വേടൻ എപ്പോഴും ആളുകൾക്ക് നല്ല മെസ്സേജ് എപ്പോഴും നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു തെറ്റായ വശത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുമ്പോൾ അതൊരിക്കലും ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അല്ലെ? എന്തുകൊണ്ട് വേടൻ അത് ചെയ്തു എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉന്നയിക്കപ്പെടും. വേടൻ പാട്ടുകളിലൂടെ നല്ല മെസ്സേജാണ് കൊടുക്കുന്നതെങ്കിലും ജീവിതത്തിൽ നല്ല മെസ്സേജാണ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യചിഹ്നമാണ്. കാരണം വേടൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും. ആദ്യം കഞ്ചാവ് ഈ ഫ്ലാറ്റിൽ സൂക്ഷിച്ചതിനാണ് ആദ്യം അറസ്റ്റിലാകുന്നത്. അതിനുശേഷം പുലിപ്പല്ല് വിവാദമുണ്ടായി. അതായത് വിവാദങ്ങളൊക്കെയും വേടനെ പിന്തുടരുന്നുണ്ട്. കൂടാതെ മീറ്റു വിവാദം, ഇത്തരം ആളുകൾ സമൂഹത്തിനെ സ്വാധീനിക്കാൻ തക്ക അത്രയും ഫേമസ് ആയുള്ള ആളുകൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് യുവതലമുറയെ ബാധിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു പീഡന ആരോപണം വരുമ്പോഴും മറ്റ് കേസുകളിൽ വേടനെതിരെ ഈ പറഞ്ഞതുപോലെ ഒരു വേടനെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും ആരോപിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ ഒരു യുവ ഡോക്ടർ വിദ്യാസമ്പന്നയാണ്, അറിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളോട് കൂടിയാണ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്തും ഈ കേസ് പരിഗണിക്കുന്ന വേളയിലും പോലീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് വസ്തുത പരിശോധിച്ചതിന് ശേഷം മാത്രമേ വേടനെ ചോദ്യം ചെയ്യൂ എന്നുള്ളതാണ്. ഈ കുട്ടിയെ സാമ്പത്തികമായിട്ട് എന്തായാലും വേടൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ലൈംഗികപരമായി അത് നമുക്ക് തെളിവ് നിരത്താൻ ഒരിക്കലും അതിനുള്ള തെളിവ് ആ കുട്ടിയുടെ പക്കൽ ഉണ്ടോ ഇല്ലയോ, അത് എത്തരത്തിൽ വസ്തുതാപരമായിട്ട് അതിന് അടിസ്ഥാനമുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ ഈ ആളുകളൊക്കെ ഈ ചോദിക്കുന്നത് പോലെ 2021 മുതൽ 2021 വരെയാണ് ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത്. ആദ്യത്തേത് ബലാത്സംഗമായിരിക്കാം, അതിനുശേഷം ഉണ്ടായതൊക്കെ ബലാത്സംഗമാണ് എന്ന് എങ്ങനെ പറയാനാകുമെന്നൊരു ചോദ്യം. ഇനി ഈ വേടൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേടന് ജാമ്യം കിട്ടാനും കുറച്ചുകൂടി എളുപ്പമാണ് എന്ന് പറയുന്നത് ഈ തെളിവുകൾ, അല്ലെങ്കിൽ ഈ പോലീസ് ഈ കേസ് പരിശോധിക്കുന്ന സമയത്ത് ഇവർ എവിടെയൊക്കെ വച്ചാണ് കണ്ടത്, ഇവർ സംസാരിച്ചത് ഒക്കെയും തെളിവുകളുണ്ട്. ഈ സാമ്പത്തികപരമായുള്ള ആരോപണം അത് വേടന് കുരുക്കാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിനുശേഷം ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഇദ്ദേഹം യുവതിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, അല്ലാതെ ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം CCTV ദൃശ്യങ്ങളൊക്കെയും എടുക്കുമ്പോൾ തന്നെ അത് വേടന് കുറച്ചുകൂടി അനുകൂലമാകും എന്ന് വേണ്ടേ പറയാൻ? തീർച്ചയായും ഐശ്വര്യ പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ വീണ്ടും ആ സുപ്രീം കോടതി വിധിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതിൽ പ്രത്യേകിച്ചൊരു കാര്യം സുപ്രീം കോടതി എടുത്തു പറയുന്നത്, പ്രായപൂർത്തിയായ ആളുകൾ അവർ എടുക്കുന്നൊരു തീരുമാനം. ഈ പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വോട്ടവകാശം കിട്ടുന്നത് പ്രായപൂർത്തിയാകുമ്പോഴാണ്, വിവാഹം കഴിക്കാനുള്ളൊരു അവകാശം കിട്ടുന്നത് പ്രായപൂർത്തിയാകുമ്പോഴാണ്. അതിനെയൊക്കെ അർത്ഥം നമുക്ക് തിരിച്ചറിവാകുന്നൊരു പ്രായം, അല്ലേ? ആ തിരിച്ചറിവാകുന്ന പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം അത് നമ്മളിൽ തന്നെയാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങൾ വീണ്ടും വരുന്നത്. പ്രണയമാകുമ്പോൾ ഞാനങ്ങ് വിശ്വസിച്ച് പോയി എന്ന് പറയുന്നതിന് അതിൽ ആരാണ് കുറ്റക്കാരി അല്ലെങ്കിൽ ആരാണ് കുറ്റക്കാരൻ എന്നുള്ളതാണ് അപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. ഒരു പ്രണയബന്ധത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റണം എന്നൊക്കെ പറയും. അത് ആണിനായാലും പെണ്ണിനായാലും നമുക്ക് ഈ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് തന്നെ പറയണം. അതുപോലെ നമുക്കൊരു റിലേഷനിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ധൈര്യപൂർവ്വം ഇറങ്ങി വരാനും പറ്റണം. അത് ആണിനായാലും പെണ്ണിനായാലും അങ്ങനെ തന്നെയാണ്. വേൾഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിന് പിന്നാലെ പോകുന്നൊരു തലമുറ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ആദ്യം ശ്രദ്ധിക്കുന്നതും നമ്മുടെ ഈ യുവതലമുറ തന്നെയാകും. അത് നമ്മുടെ സമൂഹത്തിന് ദോഷകരമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം നിയമത്തിലെ പഴുതുകൾ മാറ്റി എഴുതേണ്ടത് അനിവാര്യം തന്നെയാണ്, അല്ലേ? തീർച്ചയായും ഐശ്വര്യ പറഞ്ഞതുപോലെ ഒരു വാക്ക്, ആ വാക്ക് ഇപ്പോഴും അതങ്ങനെ പ്രസക്തമാവുകയാണ്, വിശ്വാസവഞ്ചന. ഇവിടെ വേടൻ്റെ കാര്യത്തിൽ ആ കുട്ടി പറയുന്ന ആരോപണം അനുസരിച്ചാണെങ്കിൽ ഇതൊരു ടോക്സിക് റിലേഷൻ ആണെന്ന് കരുതി അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഒഴിവാക്കി എന്നുള്ളത് അത്തരത്തിൽ മാനസികമായി കൂടി തന്നെ വല്ലാതെ ദ്രോഹിച്ചു എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അതും ഒരു തരത്തിൽ വല്ലാത്തൊരു കാര്യം തന്നെയാണ്. മീറ്റു ആരോപണം പോലുള്ള കാര്യങ്ങൾ ധൈര്യമായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് തനിക്കൊപ്പം സമൂഹം നിൽക്കും എന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. അവരോടൊപ്പം നിൽക്കില്ല എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ ഇത്തരത്തിൽ തുറന്നു പറയാൻ സ്ത്രീകൾ പലപ്പോഴും മടിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്രത്തോളം സമൂഹം ഒരു സുരക്ഷിതത്വം നൽകുന്നു എന്നുള്ളൊരു കാര്യവും ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നില്ലേ? അതെ, വളരെ ശരിയാണ്. നമുക്ക് ഈ യുവ ഡോക്ടറുടെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും, നമുക്ക് രണ്ട് സൈഡും പറഞ്ഞു പോവാതിരിക്കാനാകില്ല. കാരണം ഈ ഒരു പെൺകുട്ടിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ കടന്നു പോകുന്നത് വളരെ ഡിപ്രസ്ഡ് ആയൊരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതാണ് അവരുടെ അഭിഭാഷകയും പറഞ്ഞത്. അതായത്
അത്രയേറെ ആ വ്യക്തിയെ വിശ്വസിച്ചു. ആ വ്യക്തി ഒരു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു. 2021 മുതൽ 23 വരെ ഒരുമിച്ച് ജീവിക്കുന്നു. അതിനുശേഷം അദ്ദേഹം കൈവിടുന്നു, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയ റിലേഷൻ. വേടൻ ആ റിലേഷനിൽ നിന്നും ബാക്കൗട്ട് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ടോക്സിക് ആണെന്നും അതുപോലെ തന്നെ ഇങ്ങനെ ഭയങ്കരമായി ഫോഴ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് വേടൻ ആ റിലേഷനിൽ നിന്ന് ബാക്കൗട്ട് ചെയ്തതെന്നാണ് പെൺകുട്ടി പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ച മാനസിക വിഷമവും നമുക്ക് കാണാതിരിക്കാനാകില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇത്തരം കേസുകൾ ഇപ്പോൾ പരിശോധിക്കുമ്പോഴുള്ളൊരു പ്രശ്നം നമ്മൾ തന്നെ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈ ഒരു റിലേഷൻ, അല്ലെങ്കിൽ ഒരു തെറ്റെന്ന് നമ്മുടെ മനസ്സ് ശരിയെന്ന് പറഞ്ഞാലും നമ്മുടെ ബുദ്ധി പറയും ഇത് തെറ്റാണ് എന്ന്. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ആ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നും. നമ്മൾ ഈ ഒരു വൈകാരികമായ ഒരു റിലേഷൻ്റെ പിന്നാലെ പോകുമ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിന് പിന്നാലെ പായുകയായിരിക്കും. കാരണം അതിൽ ഭ്രമിക്കുകയായിരിക്കും. അപ്പോഴും നമ്മുടെ ബുദ്ധി പറയും ഇത് ശരിയല്ല, ഇതിൽ തെറ്റുണ്ട്, ഭാവിയിൽ ഇതൊരു പ്രശ്നമായി മാറാമെന്ന് നമ്മുടെ ബുദ്ധി കൃത്യമായി പറയുമ്പോഴും പെൺകുട്ടികൾക്ക് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അപ്പോഴും വൈകാരികമായി സ്നേഹത്തിന് പുറകെ അല്ലെങ്കിൽ അതിൽ ഭ്രമിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാകുന്നത്. അത് കൂടാതെ വേടൻ എന്ന് പറയുന്നൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ജീവിക്കാം, ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൽ ജീവിക്കാം എന്നൊക്കെ വിചാരിച്ച് എല്ലാം അദ്ദേഹത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞിട്ട് അവസാനം ഈ ഒരു വ്യക്തി ബാക്കൗട്ട് ചെയ്യുമ്പോൾ ആ പെൺകുട്ടിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായി പോയി. അതുകൊണ്ടാണ് ഇവിടെ ഒരു കേസായി വരുന്നതും. ഇതിപ്പോഴും ഒരു കേസായിട്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഇത് നമുക്ക് ഇപ്പോഴും ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇത് വെറും ആരോപണം മാത്രമാണ്. നമുക്കതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത് തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയമാണ്, അത്രത്തോളം സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റമാണ്. അഭിപ്രായം രേഖപ്പെടുത്തി, കമൻറ്റുകൾ രേഖപ്പെടുത്തി. ഈ കുട്ടിയുടെ അഭിഭാഷക പറയുന്നുണ്ടായിരുന്നു ഈ കുട്ടിയെ വല്ലാതെ ഹരാസ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലൂടെ എന്ന്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വ്യക്തിയെ വളർത്താനും കഴിയും, തളർത്താനും കഴിയും. അതാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. വേടൻ്റെ വേർഷൻ കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. വേടൻ പറയുന്നത് പർപ്പസ്ഫുള്ളി ചെയ്തതാണ്, ഇതിനുള്ള തെളിവ് തൻ്റെ പക്കലുണ്ടെന്നും വേടൻ പറയുന്നുണ്ട്. എന്തായാലും വേടൻ അതൊക്കെ പുറത്തു കൊണ്ടുവരട്ടെ. സത്യം എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ എപ്പോഴും നമ്മൾ ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബുദ്ധിക്കൊപ്പം കൂടി നിൽക്കാൻ ശ്രമിക്കുക, നമ്മുടെ മനസ്സിനൊപ്പമല്ല. ഇത്തരം കേസുകൾ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല, ഇത് വളരെ കുറെ കാലങ്ങളായി തന്നെ ഉണ്ടാകുന്നതാണ്. ആ നിയമത്തെ ചൂഷണം ചെയ്യാതിരിക്കുക, കൂടാതെ നമ്മളെയും ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക. അതാണ് ആദ്യം വേണ്ടത്. ചൂഷണത്തിനിരയാകാൻ സ്ത്രീയായാലും പുരുഷനായാലും നിന്നു കൊടുക്കാതിരിക്കുക. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന തിരിച്ചറിവ് വരാത്തിടത്തോളം കാലം ഇത്തരം വാർത്തകൾ, ഇത്തരം സംഭവങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.